വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഓഫർ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു. കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് നടപടി. സീഡ് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ശരൺ വിശദാംശങ്ങൾ നൽകും. ശരൺ, ED കളത്തിലെത്തുന്നു, നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സീഡ് അംഗങ്ങളുടെ മൊഴിയാണ് എടുക്കുന്നത്. ഇപ്പോൾ മൊഴിയെടുപ്പ് എത്ര സമയം കഴിഞ്ഞിട്ടുണ്ട്? EDയുടെ പുതിയ നീക്കങ്ങൾ എന്തായിരിക്കും? സൈഫുദ്ദീൻ, രാവിലെ 10:30 കൂടിയാണ് ED മൊഴിയെടുക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് നൽകിയ ശേഷമാണ് ഇപ്പോൾ ഈ പരാതിക്കാരെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പ്രധാനമായും മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നതെന്നുള്ളതാണ്. ഇവർ വലിയ പരാതിയാണ് നേരത്തെ ഉന്നയിച്ചിരുന്നത്. അങ്ങനെ പരാതിക്കാരുടെ മൊഴിയെടുപ്പ് നടപടികളിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ECIR രജിസ്റ്റർ ചെയ്തിരുന്നത്. പ്രധാനമായും നമുക്കറിയാം, ഒരു പരാതി ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി കൈമാറുന്ന വിവരമൊക്കെ അങ്ങനെ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യം ഒരു പ്രാഥമിക വിവരശേഖരണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനുശേഷം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ടാണ് ECIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഈ പ്രതിയായ അനന്തു കൃഷ്ണന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് 400-ലധികം കോടി എത്തിയെന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം. അങ്ങനെ എത്തിയ പണം ഇയാൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ തട്ടിപ്പിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെയും NGO കോൺഫെഡറേഷൻ എന്ന സംഘടനയുടെയൊക്കെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്നുള്ളൊരു സംശയവും EDക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത്. അതിന്റെ ആദ്യ പടി എന്നോണമാണ് ഇപ്പോൾ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. പരാതിക്കാരുടെ, അതായത് തട്ടിപ്പിന് ഇരയായവരുടെയും ഒപ്പം തന്നെ ഗുണഭോക്താക്കളായ ആളുകളുടെയും മൊഴി ED രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രതി അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും ED കടക്കുക. മറ്റൊരു വശത്ത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും തുടരുന്നുണ്ടല്ലോ ശരൺ. കഴിഞ്ഞ ദിവസം ഈ വൈറ്റിലയിലെ അടക്കം ഇവരുടെ ഓഫീസുകളിലൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏതെല്ലാം വഴികളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് SP ആയ MJ സോജന്റെ നേതൃത്വത്തിലുള്ള 81 അംഗ സംഘം ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തിരുന്നത്. അതിന് പിന്നാലെ തന്നെ അവർ യോഗം ചേർന്നിരുന്നു. എങ്ങനെയാണ് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന കാര്യത്തിൽ ധാരണ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് പ്രതി അനന്തു കൃഷ്ണന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട്, ഇന്നും റെയ്ഡ് തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് അനന്തു കൃഷ്ണൻ സ്ഥാപിച്ച ഈ കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചുള്ള റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റെയ്ഡിൽ തന്നെ ഈ പണമിടപാടിന്റെ രേഖകളും ഒപ്പം തന്നെ 6 ലാപ്ടോപ്പുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ തട്ടിപ്പിന് ഇരയായ ആളുകളുമായി ഉണ്ടാക്കിയ കരാർ, അത് സംബന്ധിച്ചുള്ള രേഖകളാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ അത് പിടിച്ചെടുത്തുകൊണ്ടുള്ള വിശദമായ പരിശോധന നടക്കുമ്പോൾ തന്നെയാണ് പ്രതി അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ ഇന്നലെ മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ അപേക്ഷ തിങ്കളാഴ്ചയാണ് മൂവാറ്റുപുഴ കോടതി പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും 7 ദിവസത്തേക്ക്, അതായത് വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായിട്ട് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒപ്പം തന്നെ ഈ ED എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ പരാതിക്കാരുടെയും മൊഴി രേഖപ്പെടുത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആ വിധത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ശരി ശരൺ.